ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെയും ഒരു പ്രശ്നവുമില്ലാതെ അങ്ങ് നടന്നു പോകണം, നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കണം. ശരിയാണ്, അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും ചില കൈപ്പേറിയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു അവസരങ്ങളിൽ ദൈവവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 119:92 പറയുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. ഇന്ന് പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ മനുഷ്യന് ലഹരികളെയും മറ്റ് ബന്ധങ്ങളെയൊക്കെ ആശ്രയിക്കുകയാണ് പതിവ്. അത് ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ ദൈവവചനം ധ്യാനിക്കുക. വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് നമ്മൾ അനുസരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നശിക്കാതെ ദൈവം നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലോ ലഹരികളിലോ ആശ്വാസം കണ്ടെത്തുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് നാശത്തിലേക്ക് പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരിക, ദൈവസ്നേഹത്തിലായിരിക്കുക, ദൈവവചനങ്ങളെ പ്രമാണിക്കുക. ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സ്നേഹം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.